ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പാരഡൈസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും 2 ദിവസത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഇന്ന് വീഡിയോ ഇടുന്നത്. ഇന്ന് വീഡിയോ ഇടാൻ ഒരു കാരണം വെച്ചാൽ നമ്മളൊരു പുതിയ സാധനം മേടിച്ചായിരുന്നു. അതിനെക്കുറിച്ച് പറയാനാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ പുല്ല് വെട്ടാനായിട്ടൊരു ബ്രഷ് കട്ടർ വാങ്ങിയായിരുന്നു. അനിയൻ പോയി കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളത് ഒരു ട്രയൽ ചെയ്തായിരുന്നു. അപ്പോൾ ആ സാധനം കൊള്ളാം. അപ്പോൾ നിങ്ങളെയും കൂടെ അറിയിക്കാം ഇങ്ങനെ ഒരു സാധനം നമ്മൾ മേടിച്ചത്. അതിനുശേഷം ഇത് പുല്ല് വെട്ടുന്ന ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും ഈ മെഷീൻ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ തൊഴുത്ത് കാണണമെന്നുള്ളവർക്ക് നമ്മുടെ തൊഴുത്തിലെ എല്ലാ ആളുകളും ഇന്നുണ്ട്. കറവ പശുക്കളെല്ലാം അകത്തുണ്ട്. ചെനയും കന്നുകുട്ടികളൊക്കെ പുറത്താണ്. അപ്പോൾ നമുക്ക് ബ്രഷ് കട്ടർ കാണാം എങ്ങനെയാണെന്ന്. അങ്ങനെ ഇതാണ് മെഷീൻ, ബ്രഷ് കട്ടർ. ഇത് ഫുൾ യൂസേജ് നമ്മൾ പുല്ല് വെട്ടാൻ പോകുന്നതിന്റെ കാണിച്ചു തരാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഈ ചെറിയ പുല്ലിന്റെ ഇടയിൽ, ഇതുപോലത്തെ ചെറിയ പുല്ലുകൾ വരുമല്ലോ, ഇതിനിടയിൽ കട്ടിയുള്ള എന്തെങ്കിലും പുല്ലുകൾ നിൽക്കുമല്ലോ, അത് പോകാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. കുറ്റി മരമായിട്ട് ചെറുതായിട്ട് നമ്മൾ കട്ടിക്ക് നിൽക്കുന്ന അതിന്റെ തണ്ട് വന്നിട്ട് കുറച്ച് കട്ടി കാണും, അത് കട്ട് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുണ്ട്. ഇതെന്ന് വെച്ചപ്പോൾ ചെറിയ പുല്ലുകൾ ഇതുപോലെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പുല്ല് വെട്ടാനാണ്. ഇതൊക്കെ ഒരു പ്രാവശ്യം വെട്ടി കാണിക്കാനാണ് ഇതിങ്ങനെ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വെട്ടി വേറൊരു ഡേ കാണിച്ചു തരാം. നമ്മളല്ല വെട്ടുന്നത്, അനിയനോ പപ്പയോ ആയിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഈ വയർ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ ചെറിയ പുല്ലുകൾ വെട്ടാനായിട്ട്. അടുത്ത് മെയിനായിട്ട് നമ്മൾ മേടിച്ചത് നേപ്പിയർ ഗ്രാസ് വെട്ടാനാണ്. എല്ലാവർക്കും അറിയില്ല, ഇപ്പോൾ പശുവിന് കൊടുക്കുന്ന CO3 സുഗുണ ആനത്തിപ്പഴ നേപ്പിയർ ഗ്രാസ് വെട്ടാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മെയിൻ യൂസ് എന്ന് വെച്ചാൽ പുല്ല് വെട്ടുക എന്നതാണ്. അപ്പോൾ അതിനാണ് ഇത് യൂസ് ചെയ്തത് പശുവിന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിനി എത്രയും വേഗം, അതായത് ആദ്യം പറഞ്ഞായിരുന്നു പുല്ല് വെട്ടുന്ന വീഡിയോ എടുക്കുമ്പം ആദ്യം മെയിനായിട്ട് വേണം. അവന് സ്കൂളിൽ പോകണം. അവന് സ്കൂളില്ലാത്തൊരു ഡേ ആയിരിക്കും നമ്മൾ പുല്ല് വെട്ടുന്ന വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി ആ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. എല്ലാവർക്കും ഈ ഒരു സാധനം റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം. ആ വീഡിയോയിൽ പറയാം റേറ്റും കാര്യങ്ങളും. ഇത് കോയമ്പത്തൂരിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ്. പുല്ല് വെട്ടാൻ നല്ല യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ്. അപ്പോൾ വാങ്ങണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം. ഇതാണ് സംഭവം. വെട്ടുന്നതും കൂടെ കാണിച്ചു തരാം, എന്നാലല്ലേ അറിയാവൂ എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. എല്ലാവരും നമ്മുടെ പുതുതായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. ഈ സാധനം വേണമെന്നുള്ള ആർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബൈ.